welcome to Disha Academy. It's time for an engaging English session. Welcome to the class. അപ്പോൾ കഴിഞ്ഞ ഓരോ ക്ലാസ്സിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്സിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചു പോയിട്ടുള്ള എല്ലാ ടോപ്പിക്സും വളരെ ചെറിയ ഡീറ്റെയിലിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ സിഗ്നേച്ചർ ബാച്ച് തുടങ്ങിയതിൻ്റെ തന്നെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ സമഗ്രമായിട്ടുള്ള ക്ലാസ്സുകൾ ലഘുവായിട്ടും അതിനേക്കാൾ ഉപരി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻക്ലൂസീവായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് അക്കാഡമിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അക്കാഡമിയുടെ ആ ലക്ഷ്യത്തോട് നിങ്ങളുടെ എഫോർട്സും കൂടി കുറച്ചും കൂടി ചേരുമ്പോൾ മാത്രമേ നമ്മളൊക്കെ ചെറിഷ് ചെയ്യുന്ന ആ ഒരു വിഷൻ പോസിബിൾ ആവുകയുള്ളൂ, അല്ലെ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും അതിൻ്റെതായിട്ടുള്ള താല്പര്യത്തോടും പ്രാധാന്യത്തോടും കൂടി കാണുകയും നോട്ട് എഴുതുകയും ഒക്കെ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തിരികെ വരാം. ഞാൻ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അടിത്തറ പണിതെടുക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ച് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള 8ഓളം ടോപ്പിക്സോളം വരുന്ന പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അതിലെ ആ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒന്നാമത്തെ ആളായിട്ടുള്ള നൗൺസ് ആണ് ഇന്നത്തെ ക്ലാസിന്റെ ചർച്ചാ വിഷയം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ആർ യു റെഡി? ഓക്കെ. സോ ആസ് യൂഷ്വൽ വി ബിഗിൻ വിത്ത് ദി ഡെഫിനിഷൻ. എന്താണ് നൗൺസ്? A noun is a word that names a person, place, thing or idea. It can function as the subject, object or complement in a sentence. നാമങ്ങളെയും പേരുകളെയുമാണ് ഇംഗ്ലീഷിൽ നൗൺസ് എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിയുടേതാകാം, സ്ഥലത്തിൻ്റെതാകാം, സാധനത്തിൻ്റെതാകാം, മൃഗത്തിൻ്റെതാകാം, ഇനി അതുമല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ പേരുമാകാം. അത്തരത്തിലുള്ള വസ്തുക്കളുടെ ഒക്കെ പേരുകളെയാണ്, നാമങ്ങളെയാണ് നൗൺസ് എന്ന് വിളിക്കുന്നത്. ഈ നൗൺസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവയ്ക്ക് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റായും ഒബ്ജക്റ്റായും കോംപ്ലിമെന്റ് ആയും ഒക്കെ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇവിടെ താഴെ സ്ക്രീനിൽ നൗൺസിന്റെ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. പേഴ്സൺ, ടീച്ചർ, ഡോക്ടർ, ജോൺ, ഇനി എന്റെ പേരായിട്ടുള്ള അതുൽ, ലീല, സാറ, ഇതൊക്കെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട നാമങ്ങളാണ് അല്ലെ. സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പറയാം? സ്കൂൾ ഒരു നാമമാണ്, ഓഫ് കോഴ്സ്. ഇന്ത്യ, നമ്മുടെ സ്വന്തം മാതൃരാജ്യം അല്ലെ, കൃത്യമായ ഭൂ അതിർത്തികളുള്ള ആ ഒരു പ്രദേശത്തെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. പാർക്ക്, ബീച്ച്, ടോക്കിയോ അല്ലെ. തിങ്സ് ഏതൊക്കെയാ വരുന്നത്? ബുക്ക്, പെണ്ണ്, കാറ്, ലാപ്ടോപ്പ്, ഇതൊക്കെ സാധനങ്ങളുടെ പേരുകളാണ്. ഇനി ആശയങ്ങൾ എന്തൊക്കെയാ? ഈ ഫ്രീഡം, സന്തോഷം, നീതി, ഇതൊക്കെ എന്താണ്? ആശയങ്ങളുടെ പേരുകളാണ് അല്ലെ. ഇതിനെയൊക്കെ കൂടിയിട്ടാണ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു, സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും കോംപ്ലിമെന്റ് ആയിട്ടും ഒക്കെ ഈ നൗൺസ് ഒരു സെന്റൻസിൽ കടന്നു വരാന്ന് കണ്ടു അല്ലെ. ഇനി അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നോക്കൂ, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നൗൺസ് കടന്നു വന്നിരിക്കുന്നു, നാമങ്ങൾ കടന്നു വരാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസിന്റെ പ്രവൃത്തി ചെയ്യുന്നതും അല്ലെങ്കിൽ ആ സെന്റൻസിൽ ഏറ്റവും പ്രധാനമായിട്ടും വിശേഷിപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള ആൾക്കാരെയും വസ്തുക്കളൊക്കെയാണ് അതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുക. ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് രവിയാണ്. ഇവിടെ ന്യൂയോർക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. യെസ്, ഞാൻ വൈറ്റ് ഇങ്ക് തന്നെയാണ് തിരഞ്ഞെടുത്തത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ന്യൂയോർക്കിനെ പറ്റി, അതൊരു വളരെ തിരക്കുള്ള നഗരം എന്നാണ് പറയുന്നത്. ഇവിടെ ബുക്കാണ് സബ്ജക്റ്റിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ അല്ലെ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ പരാക്രമങ്ങളും. അതിന്റെ ഒക്കെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷവാനായിട്ടിരിക്കുക അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടിരിക്കുക എന്നാണ് അല്ലെ. ഇനി നൗൺസ് ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും കടന്നു വരാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെന്റൻസിൽ പ്രവൃത്തിയുടെ ഫലം ഏറ്റുവാകുന്നത് ഏതാണോ അല്ലെങ്കിൽ ആരാണോ അയാളെ അല്ലെങ്കിൽ അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ക്രിയയോട് ആര്, എന്ത് എന്നീ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണല്ലോ ഒബ്ജക്റ്റ്. ഇവിടെ ഐ കോൾഡ്, ആരെ വിളിച്ചു? അരുണിനെ വിളിച്ചു അല്ലെ. അരുൺ
കണ്ടോ, ഒരു നാമം വന്നു ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത്. ഷീ ബോട്ട്. വാട്ട് ഡിഡ് ഷീ ബൈ? എ ഫോൺ. അവൾ എന്ത് വാങ്ങിച്ചു എന്നതിന്റെ ഉത്തരമാണ് ഫോൺ. ഇവിടെ എന്ത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു? അതാണ് ഹോണസ്റ്റി. ഓണസ്റ്റി, സത്യസന്ധതയാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇവിടെ നോക്കി, ഈ സെന്റൻസ് നോക്കി, ദ ടീച്ചർ ടോട്ട് us ഇംഗ്ലീഷ്. ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. നമുക്കറിയാം ഒരു സെന്റൻസിൽ തന്നെ ചിലപ്പോ രണ്ട് ഒബ്ജക്ട്സ് വരാന്ന് പറഞ്ഞു, ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും. ക്രിയയുടെ ഫലം നേരിട്ട് അനുഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ്, സാധനമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് എന്ത്, ആര് എന്നീ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടാൻ ക്രിയയോട് ടു ഹൂം ഓർ ഫോർ ഹൂം, ആർക്ക് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എന്നീ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്, ടീച്ചർ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അവന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ നാമം വന്നിരിക്കുന്നു. ഇനി അസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ആർക്ക് എന്നൊരു ചോദ്യം വന്നില്ല. ആർക്ക് വേണ്ടി, ആർക്കാണ് പഠിപ്പിക്കുന്നത്? ആരെയാണ് പഠിപ്പിക്കുന്നത്? അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡയറക്റ്റ് ഒബ്ജക്റ്റിൽ നിന്നും ബെനിഫിറ്റ് നേടുന്ന ആളെയാണ്, വ്യക്തിയാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. അവിടെയും ഒരു നാമം കടന്നു വന്നിരിക്കുന്നു, ഒരു പ്രോനൗൺ ആണ് വന്നിരിക്കുന്നത് അല്ലെ? ഇവിടെ ഒരു പ്രോനൗൺ ആണ് വന്നിരിക്കുന്നത്. യെസ്. ഇനി കോംപ്ലിമെന്റ് ആയിട്ടും വരാം ഒരു സെന്റൻസിന്റെ. എന്താ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ ക്ലാസ് നമ്പർ 2 തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടില്ല എങ്കിൽ കാണുക. ഈ ഒരു ഇതിന്റെ വീഡിയോസിന്റെ സെക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ക്ലാസ്. അതിലാണ് ഈ ബേസിക് കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ആ ക്ലാസ് നമ്പർ 2 കൂടി ഒന്ന് കാണുക. അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാകും. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ലിങ്കിങ് വേർബിന് ശേഷം കടന്നു വരുന്ന ഭാഗത്തെ, അല്ലെങ്കിൽ ലിങ്കിങ് വേർബിന് ശേഷം കടന്നു വരുന്ന സബ്ജക്റ്റിനെ തന്നെ വീണ്ടും വിശേഷിപ്പിക്കുന്ന വാക്കുകളെയാണ് കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇതാണ് ലിങ്കിങ് വേർബ്, ഈസ് ആണ് ലിങ്കിങ് വേർബ്. അതിനുശേഷം കടന്നു വന്നിരിക്കുന്നു റൈറ്റർ എന്ന് പറഞ്ഞ നാമം. ഏതായിട്ട്? കോംപ്ലിമെന്റ് ആയിട്ട്. ഇവിടെ കോംപ്ലിമെന്റ് ആയിട്ട് ബിക്കെയിം എന്ന ലിങ്കിങ് വേർബിന് ശേഷം കടന്നു വന്നിരിക്കുന്നത് ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ള നാമമാണ്. ഇവിടെ നോക്കിയേ, ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള നാമമാണ് കോംപ്ലിമെന്റിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇത് വാസ് എന്ന ലിങ്കിങ് വേർബിന് ശേഷമാണ്. ഓക്കെ, ഇവിടെ സീം ആണ് ലിങ്കിങ് വേർബ്. അതിനുശേഷം വന്നിരിക്കുന്ന ഭാഗം പാരഡൈസ് ആണ്. ഈ ഒരു സ്ഥലം പറുദീസ പോലെ കാണപ്പെടുന്നു എന്നാണ് അതിന്റെ മീനിങ് വരിക. ഓക്കെ, അപ്പൊ നൗൺസ് എന്താണെന്നും ഒരു സെന്റൻസിൽ എങ്ങനെയൊക്കെ നൗൺസ് അതിന്റെ ഭാഗമാകുമെന്നും നമ്മൾ കണ്ടു അല്ലെ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് എത്ര തരത്തിലുള്ള നാമങ്ങളുണ്ടെന്നാണ്. പ്രധാനമായിട്ടും 5 തരത്തിലുള്ള നാമങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് നൗൺസ്. ഒന്നാമത്തത് കോമൺ നൗൺസ്, രണ്ടാമത്തത് കളക്റ്റീവ് നൗൺസ്, മൂന്നാമത്തത് അബ്സ്ട്രാക്ട് നൗൺസ്, നാലാമത്തത് പ്രോപ്പർ നൗൺസ്, അഞ്ചാമത്തത് മെറ്റീരിയൽ നൗൺസ്. ഇവ ഓരോന്നും എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഓർമ്മയിൽ സൂക്ഷിക്കണമെന്നും നമുക്ക് ഓരോന്നിനെ സെപ്പറേറ്റ് കാണാം കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർ നൗൺസിനെ കുറിച്ചാണ്. ഒരു കാര്യം പ്രോപ്പർ ആണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വളരെ സ്പെസിഫിക് ആണ്, വളരെ കറക്റ്റ് ആണെന്നൊക്കെയാണ് അല്ലെ? അത് തന്നെയാണ് പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞാൽ. നെയിംസ് ഓഫ് സ്പെസിഫിക് പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ്. ആൾക്കാരുടെയും വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പേരുകളെ പ്രോപ്പർ നൗൺസ് എന്ന് വിളിക്കും. ഉദാഹരണം, നമ്മുടെ ഒക്കെ പേരുകളെന്നേ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള സ്പെസിഫിക് നാമങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ പേര് അതുൽ എന്നാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തരും, നിങ്ങൾ ഓരോ നാമധാരികളാണ് അല്ലെ? നിങ്ങൾക്ക് ഓരോ പേരുകളുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തിന് ഓരോ പേരുകളുണ്ട്. ഇപ്പം കോഴിക്കോട്, പാലക്കാട് അല്ലെ, ട്രിവാൻഡ്രം, കാസർഗോഡ്, ഇതൊക്കെ സ്ഥലത്തിന്റെ പേരുകളാണ്. അതുപോലെ സിനിമകളുടെ പേരുകള്, ഷോപ്പുകളുടെ പേരുകള്, കമ്പനികളുടെ പേരുകള്, വലിയ ബ്രാൻഡുകളുടെ പേരുകൾ, ഇതൊക്കെ എന്താണ്? പ്രോപ്പർ നെയിംസ് എന്നാണ്. ഇവിടെ പ്രോപ്പർ നെയിംസിന്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. MT വാസുദേവൻ നായർ റിനൗണ്ട് ഓതർ ആണ് അല്ലെ, സ്ക്രീൻ റൈറ്റർ ആണ്. അരുന്ധതി റോയ് റൈറ്റർ ആണ്, ആക്ടിവിസ്റ്റ് ആണ്. അത് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള പേര്. അപ്പൊ അത് പ്രോപ്പർ നൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതുപോലെ മോഹൻലാൽ, ഹീസ് എൻ ആക്ടർ അല്ലെ.
മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് വ്യക്തിയുടെ, മലയാള സിനിമയുടെ നടനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരാണ്. അതുപോലെ വേമ്പനാട് ലേക്ക്, ലാർജസ്റ്റ് ലേക്ക് ആണ് അല്ലെ കേരളത്തിലെ, ഒരു സ്പെസിഫിക് നാമമാണ്. അതേപോലെ മൗണ്ട് എവറസ്റ്റ്, അതും ഒരു സ്പെസിഫിക് നാമമാണ്. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കൊടുമുടിയാണ് നമ്മൾ എവറസ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ, അത് അതിന്റെ പ്രോപ്പർ നെയിമാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, അങ്ങനെ എന്തുമായിക്കോട്ടെ കൃത്യമായ പേരുകളെയാണ് പ്രോപ്പർ നൗൺസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോപ്പർ നൗൺസുമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഗ്രാമർ പോയിന്റ്സ് ടു റിമെമ്പർ ഫോർ പ്രോപ്പർ നൗൺസ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരു സെന്റൻസിൽ പ്രോപ്പർ നൗൺ ഉപയോഗിക്കുകയാണെന്നിരിക്കട്ടെ, അത് ആദ്യമോ അവസാനമോ ഇനി മധ്യഭാഗത്തോ എവിടെ ഉപയോഗിച്ചാലും ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അതിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കണം. പലപ്പോഴും ചിലര് നമ്മൾ ആദ്യം പൊതുവെ എങ്ങനെയാണ് ഒരു സെന്റൻസ് ബിഗിൻ ചെയ്യുമ്പോഴാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രോപ്പർ നൗൺ ആ സെന്റൻസിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിന്റെ ഉള്ളിൽ കടന്നു വന്നിരിക്കട്ടെ, അത് അതിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം. ഇവിടെ നോക്കി, ഐ മെറ്റ് മോഹൻലാൽ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ മോഹൻലാലിനെ കണ്ടു. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക വ്യക്തിയുടെ പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ അത് എം ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ നമ്മുടെ പേരുകളൊക്കെ എഴുതുമ്പോഴും ഈ ഒരു കാര്യം സൂക്ഷിക്കണം. ഇവിടെ ഷീ ഈസ് വിസിറ്റിംഗ് ഡൽഹി നെക്സ്റ്റ് വീക്ക്. ഡൽഹി എന്നതൊരു പ്രോപ്പർ നൗൺ ആണ്. സോ ഡി ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷിൽ 3 ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ, എ ആൻഡ് ദ. ഇതിൽ ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനും ഭൂരിഭാഗം പ്രോപ്പർ നൗൺസിന്റെ കൂടെയും ഉപയോഗിക്കത്തില്ല. പ്രോപ്പർ നൗൺസ് യൂഷ്വലി ഡോണ്ട് യൂസ് എ ഓർ ആൻ. ഹി വർക്ക്സ് അറ്റ് മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അവൻ മൈക്രോസോഫ്റ്റിലാണ് ജോലി എടുക്കുന്നത്. എ മൈക്രോസോഫ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു മൈക്രോസോഫ്റ്റ് എന്ന് പറയണോ? കാരണം മൈക്രോസോഫ്റ്റ് എന്നത് ഒരു കമ്പനിയുടെ സ്പെസിഫിക് നെയിം ആണ് അല്ലെ. അതേപോലെ they live near Nile river. അവിടെ എ നൈൽ റിവർ എന്ന് പറയണ്ട കേട്ടോ, റിവർ എന്ന് പറയണ്ട, അത് തെറ്റാണ്. കാരണം നൈൽ റിവർ എന്നത് ഒരു നദിയുടെ പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗണിന്റെ കൂടെ യാതൊരുവിധ കാരണവശാലും എയും ആനും ഉപയോഗിക്കരുതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോപ്പർ നൗൺസ് ആർ ഓൾവേസ് സിംഗുലർ. ഇംഗ്ലീഷിൽ പ്രോപ്പർ നൗൺസിനെ സിംഗുലർ ആയിട്ട് മാത്രമാണ് പരിഗണിക്കുന്നത്. നോക്കൂ, മനു ആൻഡ് സൺസ് ഈസ് എ നൈസ് ഷോപ്പ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അത് ആദ്യം കേൾക്കുമ്പോൾ വിചാരിക്കും മനുവും അവന്റെ മക്കളും. ഷടാ, ഇത് ഒന്നിൽ കൂടുതൽ പേരുണ്ടല്ലോ, അപ്പൊ സബ്ജക്റ്റ് പ്ലൂരൽ അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഈസിന് പകരം ആറല്ലേ വരേണ്ടതെന്ന് ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. മനു ആൻഡ് സൺസ് എന്ന് പറയുന്നത് ഒരു ഷോപ്പിന്റെ പേരാണ്. ആ ഷോപ്പ് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്, നൈസ് ആയിട്ടുള്ള ഒരു ഷോപ്പാന്നാ പറയുന്നത്. ഇതൊരു ഒറ്റ യൂണിറ്റ് ആണ്, അല്ലാണ്ട് മനുവും അവന്റെ മക്കളും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതല്ല. മറിച്ച് നമ്മൾ അങ്ങനെ കാണാറില്ലേ, ഒരുപാട് ഷോപ്സിന്റെ പേര് അങ്ങനെ ഉണ്ടല്ലേ. ഇന്നയാൾ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഷോപ്പുകളുടെ പേരൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ മനു ആൻഡ് സൺസ് ഇറ്റ്സ് എ സിംഗുലർ ആണ്. അതൊരു പ്രോപ്പർ നെയിം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെ വന്നിട്ടുള്ള വെർബ് ഈസ് ആണ്, അഥവാ സിംഗുലർ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ബിസിനസ്. ഇവിടെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് ഒറ്റൊരു കമ്പനിയുടെ പേരാണ്. അത് എക്സ്പാൻഡ് ചെയ്യാണ്, അത് അതിന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാന്നാ പറയുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രീസ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ ചാടി കയറിയത് പ്ലൂരൽ ആന്ന് പറഞ്ഞുകൊണ്ട് പ്ലൂരൽ വെർബിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരരുത്. അത് അങ്ങനെയല്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് നെയിം ഓഫ് എ സിംഗിൾ കമ്പനി. സോ verb must be singular. ഇവിടെ യുണൈറ്റഡ് നേഷൻസ്, ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, നേഷൻസ്. അപ്പോ സ്വാഭാവികമായിട്ട് പ്ലൂറലാണ്. ചിന്തിക്കാൻ വരട്ടെ, അങ്ങനെയല്ല. യുണൈറ്റഡ് നേഷൻസ് എന്നുള്ളത് ഒരു സിംഗിൾ ഓർഗനൈസേഷന്റെ പ്രോപ്പർ നെയിം ആണ്. പ്രോപ്പർ നെയിം ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സിംഗുലർ. അപ്പം ഹാസ് കൊടുത്തു. നെതർലാൻഡ്സ് ഒരു പ്രത്യേക രാജ്യത്തിന്റെ ഒറ്റൊരു രാജ്യമേ ഉള്ളൂ. എസ്സിൽ അവസാനിക്കുന്നു എന്ന് കരുതി പ്ലൂറൽ അല്ല, അതുകൊണ്ട് എസ്.
നാലാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പർ അഡ്ജക്റ്റീവ്സ്. പ്രോപ്പർ നൗൺസിൽ നിന്ന് ചില വിശേഷണങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ വിശേഷണങ്ങളെ നമ്മൾ വിളിക്കും പ്രോപ്പർ അഡ്ജക്റ്റീവ്സ്. നമുക്ക് നോക്കാം. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർ നൗണിൽ നിന്ന് വന്നിട്ടുള്ള പ്രോപ്പർ വിശേഷണമാണ് ഇന്ത്യൻ. ഇന്ത്യയുമായിട്ട് സംബന്ധിക്കുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് ഇന്ത്യൻ എന്ന് പറയും. ഇന്ത്യൻ ഫുഡ് ഉണ്ട്, ഇന്ത്യൻ കൾച്ചർ ഉണ്ട്, അല്ലെ, ഇന്ത്യൻ സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോഴും നേരത്തെ പ്രോപ്പർ നൗൺസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതും എന്തായിരിക്കണം? ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കണം. ഇവിടെ ഞാൻ നോക്കിയേ, സ്മോൾ ലെറ്റർ ഐ ആണോ ഇവിടെ ഇന്ത്യൻ എന്ന് എഴുതാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ല, ക്യാപിറ്റൽ ലെറ്റർ ആണ്, അല്ലെ. ഇവിടെ നോക്കിയേ, ഷേക്സ്പീരിയൻ പ്ലേ. എന്തുകൊണ്ടാണ് ഷേക്സ്പീരിയൻ എന്ന് പറഞ്ഞ? കാരണം അത് ഷേക്സ്പിയറുമായിട്ട് ബന്ധപ്പെട്ട, ഷേക്സ്പിയറാൽ എഴുതപ്പെട്ട ഒരു പ്ലേ ആണ്. അതുകൊണ്ടാണ് ഷേക്സ്പീരിയൻ എന്ന് പറഞ്ഞത്. നോക്കൂ, ഒരു പ്രോപ്പർ നാമത്തിൽ നിന്നും കടന്നു വന്നിട്ടുള്ള പ്രോപ്പർ വിശേഷണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഗാന്ധി എന്ന് പറഞ്ഞ പ്രോപ്പർ നൗണിൽ നിന്ന് വന്നിട്ടുള്ള പ്രോപ്പർ അഡ്ജക്റ്റീവ് ഏതാ? നിങ്ങൾ അറിയാവുന്നവര് കമന്റ് ബോക്സിൽ പറയാം. അതേപോലെ നെഹ്റു എന്ന് പറഞ്ഞ, നെഹ്റൂവിയൻ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ, നെഹ്റൂവിയൻ ഫിലോസഫി. അല്ലെ, അംബേദ്കർ എന്ന് പറഞ്ഞ നാമം, അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അംബേദ്കറൈറ്റ് ഫിലോസഫി. പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുന്നവര് സ്വാഭാവികമായിട്ടും അത് പരിചയിച്ചിട്ടുണ്ടാവും, അല്ലെ, അംബേദ്കറൈറ്റ് ഫിലോസഫി. അത് കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷെ. യെസ്. അതേപോലെ ജപ്പാൻ, ജാപ്പനീസ്, ചൈന, ചൈനീസ്, വിക്ടോറിയ, വിക്ടോറിയൻ എറ എന്നൊക്കെ ഒരുപക്ഷെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ പഠിച്ചവര് അത് കേട്ടിട്ടുണ്ടാവും, അല്ലെ. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് പ്രോപ്പർ നൗൺസിനെ പറ്റി നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. അടുത്ത ടൈപ്പാണ് കോമൺ നൗൺസ്. ആ പേരിൽ തന്നെ ഉണ്ടടാ. ജനറൽ നെയിംസ് ഫോർ പീപ്പിൾ, ആനിമൽസ്, പ്ലേസസ് ഓർ തിങ്സ്. ആൾക്കാർക്കും മൃഗങ്ങൾക്കും വസ്തുക്കൾക്കും സ്ഥലങ്ങൾക്കും ഒക്കെ പൊതുവായിട്ട് പറയുന്ന പേരുകൾ. പൊതുവായിട്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് തിരിച്ചു വ്യത്യാസങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള നാമങ്ങൾ. ഉദാഹരണം, ആൾക്കാരെ സംബന്ധിച്ച കോമൺ നൗൺസ് എന്തൊക്കെയാ? ടീച്ചർ, ഡോക്ടർ, സ്റ്റുഡന്റ്. എ ടീച്ചർ കുഡ് ബി എനിവൺ, അല്ലെ. ഒരു മെയിൽ ആയിക്കോട്ടെ, ഫീമെയിൽ ആയിക്കോട്ടെ, IIT-യിൽ പഠിപ്പിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും കേവലം ഒരു ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുന്ന ആളായിക്കോട്ടെ, ഏതൊരാളെയും 4 അക്ഷരം പറഞ്ഞു കിടക്കുന്ന ഒരാളെ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യാം. ഡോക്ടർ, പല തരത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെ. ഡോക്ടർ ഈസ് എ ഡോക്ടർ. സ്റ്റുഡന്റ്, ഫാമർ, നാണ്യവിളകൾ കൃഷി ചെയ്യുന്നവരുണ്ടാകും, അതേപോലെ തന്നെ ധാന്യവിളകൾ കൃഷി ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ കൃഷി ചെയ്യുന്ന ഏതൊരാളെയും നമ്മൾ ഫാർമർ എന്നല്ലേ വിളിക്കുക. ഫിഷർമാൻ, ആർട്ടിസ്റ്റ്, എഞ്ചിനീയർ, ഷോപ്പ് കീപ്പർ, ഇതൊക്കെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട കോമൺ നൗൺസ് ആണ്. അതുപോലെ പ്ലേസസ്, വില്ലേജ്. ഇവിടെയും വില്ലേജ് ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് ട്രിവാൻഡ്രം ആ ഭാഗത്ത് പോയാലും, അല്ലെ കാസർഗോഡ് ഭാഗത്ത് പോയാലും വില്ലേജ് ഉണ്ട്, അല്ലെ. അതേപോലെ സ്കൂൾ, ഞാൻ പഠിച്ചത് വേറൊരു സ്കൂളിലാണ്, നിങ്ങൾ പഠിച്ചത് ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകളാണ്. പക്ഷെ വിദ്യാലയം, സ്കൂൾ എന്ന് ഏതൊരു നമ്മൾ അക്ഷരാഭ്യാസം നടത്തുന്ന സ്ഥലത്തെയും നമ്മൾ സ്കൂൾ എന്ന് പറയാം, അല്ലെ. ടെമ്പിൾ, പലതരത്തിലുള്ള ടെമ്പിളുകളുണ്ട്, പല സവിശേഷതകളുള്ള, പല ഐതിഹ്യങ്ങളുള്ള ടെമ്പിൾസ് ഉണ്ട്, അല്ലെ. തിങ്സ്, അതേപോലെ ബുക്ക്, ഡിക്ഷണറിയും ഒരു ബുക്കാണ്. നമ്മൾ പഠിക്കുന്ന സാധാരണ അല്ലെ നോട്ട്ബുക്കും ഒരു പുസ്തകമാണ്, അല്ലെ. ബൈസിക്കിൾ, കോക്കനട്ട്, ഇതൊക്കെ ഏതാണ്ട് തിങ്സുമായിട്ട് ബന്ധപ്പെട്ട കോമൺ നൗൺസ് ആണ്. ഡോഗ്, കാറ്റ്. കാറ്റിന് എത്ര ബ്രീഡുകൾ ഉണ്ട്, അല്ലെ. പേർഷ്യൻ കാറ്റ് ഉണ്ട്, നമ്മുടെ നാടൻ ടൈപ്പ് ആ ബ്രീഡ് ഉണ്ട്. ഇതൊക്കെ കാറ്റാണ്. എലിഫന്റ്, അതുപോലെ തന്നെ ഗോട്ട്, ഡക്ക്, ടൈഗർ, ഇതൊക്കെ കോമൺ നൗൺസ് ആണ്. അതിനിടയിൽ ചില വകഭേദങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും വളരെ കോമൺ ആയിട്ട് ആൾക്കാരൊക്കെ വിശേഷിപ്പിക്കുന്ന നൗൺസ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രോപ്പർ നൗൺസിൽ പറഞ്ഞു അവയെ പൊതുവെ സിംഗുലർ ആയിട്ട് മാത്രമേ പരിഗണിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ കോമൺ നൗൺസിനെ സംബന്ധിച്ച് they have both singular and plural forms. അവയ്ക്ക് സിംഗുലർ ഫോംസും ഉണ്ട്, പ്ലൂറൽ ഫോംസും ഉണ്ട്. നോക്കിക്കേ, most common nouns form plurals by adding s or es. പൊതുവെ എല്ലാ കോമൺ നൗണുകളും അതിന്റെ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റപ്പെടുന്നത് s അല്ലെങ്കിൽ es അതിന്റെ ബേസ് ഫോമിനോട് ചേർക്കുമ്പോഴാണ്. അഡ്ജക്റ്റീവിന്റെ നൗണിന്റെ. 1 apple, 2 apples. 1 bus, 2 buses.
പൊതുവെ എസ്, എസ് എച്ച്, സെഡ് തുടങ്ങിയവയിൽ അവസാനിക്കുന്ന നാമങ്ങളെ ES ചേർത്താണ് പ്ലൂരൽ ആക്കുന്നതെന്ന് മനസ്സിലാക്കുക. കേട്ടെ, അത് ഞാൻ എക്സ്ട്രാ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ എല്ലാ ആർട്ടിക്കിളുകളും എയും ആനും ദായും ഒക്കെ ധൈര്യസമേത ആരുടെ കൂടെ ഉപയോഗിക്കാം? കോമൺ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ആലോചിച്ചിരുന്നാൽ മതി കേട്ടോ. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, എന്നിരുന്നാലും ഒരിക്കൽ കൂടി ക്ലാസിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. മൂന്നാമത്തത് collective nouns. A collective nouns is a singular noun that refers to a group or collections of people, animals or things. It is treated as a single unit in most cases. നോക്കൂ, ആൾക്കാരുടെയും വസ്തുക്കളുടെയും മൃഗങ്ങളുടെയും ഒക്കെ കൂട്ടങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. കളക്റ്റീവ്, കളക്ഷൻ, ഓർത്തിരിക്കാൻ പറ്റില്ലേ? ആൾക്കാരുടെ ഒക്കെ കൂട്ടങ്ങളില്ലേ, ഇപ്പൊ രണ്ടാള് കൂടി നിന്നാ നമുക്ക് അവരെ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഗ്യാങ് എന്ന് വിളിക്കാം അല്ലെ? ഒരു ക്ലാസ്, ഒരു വർഗത്തെ മൊത്തത്തിൽ ഒരു ക്ലാസ് എന്ന് വിളിക്കാം. ക്രൂ, ഒരു എംപ്ലോയീസിന്റെ ഒരു കൂട്ടത്തെ സ്റ്റാഫ് എന്ന് വിളിക്കാം. ജൂറി, ക്രൗഡ്, കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു സൈഡിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്, അവിടെ ഒരു ക്രൗഡ് രൂപപ്പെട്ടു എന്ന് പറയാം അല്ലെ? അവരെല്ലാവരെയും വ്യക്തിപരമായിട്ട് അഡ്രസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു കളക്റ്റീവ് നൗൺ ആയിട്ട് പറഞ്ഞുകൂടെ? ആൾക്കാരുടെയും വസ്തുക്കളുടെയും മൃഗങ്ങളുടെ ഒക്കെ കൂട്ടങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരാണല്ലോ കളക്റ്റീവ് നൗൺസ്. അതുപോലെ പാനൽ ഓഫ് ജഡ്ജസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ബോർഡ് മെമ്പേഴ്സ് അല്ലെ, ഗ്യാങ്. ഇതൊക്കെ ആൾക്കാരുടെ കൂട്ടങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന കളക്റ്റീവ് നൗൺസ് ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. The jury has given its verdict. ജൂറി അതിന്റെ വേർഡിക്റ്റ് അറിയിച്ചിരിക്കുന്നു, അതിന്റെ ഉത്തരവ് അറിയിച്ചിരിക്കുന്നു എന്നൊക്കെ. ഒരു പൊതുവെ മോസ്റ്റ് കേസസിൽ അതിനെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ജൂറി ഒരു കളക്റ്റീവ് നൗൺ ആണ്, CN എന്ന് വിശേഷിപ്പിക്കാം. അത് സിംഗുലർ ആയതുകൊണ്ടാണ് ഹാസ് എന്ന സിംഗുലർ വേർബ് അതിന്റെ കൂടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. യെസ്, ഇനി ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട കളക്റ്റീവ് നൗൺസ് നോക്കി. ഹേർഡ്, ആടുമാടുകളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് പറയാം? ഒരു ഹേർഡ് എന്ന് പറയാം. അല്ലെ, പക്ഷികളുടെ കൂട്ടത്തെ ഫ്ലോക്ക്, പട്ടികളുടെയും അതുപോലെ കുറുക്കന്മാരുടെയും ചെന്നായ്ക്കളുടെ ഒക്കെ കൂട്ടത്തെ പാക്ക് എന്നാ പറയാം. ജംഗിൾ ബുക്ക് സിനിമ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അതില് പാക്സ് ഓഫ് വോൾസ് എന്ന് പറയുന്നുണ്ട് അല്ലെ? മൗഗ്ലി ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കുന്നതായിട്ട് ഒരു സീനൊക്കെ ഉണ്ട്. അതില് പാക്സ് ഓഫ് വോൾസ്, സ്ട്രെങ്ത് ഓഫ് ദ പാക്ക് ഓഫ് ദ വോൾസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അതിൻ്റെ അകത്ത് പറയാറുണ്ട്. അതേപോലെ മീനുകളുടെ കൂട്ടത്തെ സ്കൂൾ എന്നാ പറയാ. നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കൂളല്ല, മീനുകളുടെ കൂട്ടത്തെ പൊതുവായിട്ട് പറയുന്നതാണ് കേട്ടോ സ്കൂൾ. അതുപോലെ തേനീച്ച കൂട്ടത്തെ സ്വാം എന്നാ പറയാ. സ്വാം ഓഫ് ബീസ് അറ്റാക്ഡ് മീ. പ്രൈഡ്, സിംഹങ്ങളുടെ കൂട്ടത്തെ പ്രൈഡ് എന്നാ പറയാ. ഒരു പ്രൈഡിൽ ഒരു 10-40 സിംഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു അഡൾട്ട് മെയിൽ ആയിട്ടുള്ള സിംഹങ്ങൾ 3-4 മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാരാണ്, ലയൺസ് ആണ്. അതിനെയാണ് ഒരു പ്രൈഡ് എന്ന് പറയാ കേട്ടോ, സിംഹങ്ങളുടെ ഒരു കൂട്ടത്തെ. അതേപോലെ ഉറുമ്പുകളുടെ കൂട്ടത്തെ കോളനികൾ എന്നാ പറയാ, കോളനി ഓഫ് ആൻസ്. അതുപോലെ ഗീസ്, നമ്മൾ വാത്ത, ഏതാണ്ട് താറാവിനെയും അരയന്നത്തെയും പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് വാത്ത എന്ന് പറയുന്നത്. ആ വാത്തകളുടെ കൂട്ടത്തെയാണ് ഗാഗിൾ എന്ന് പറയുന്നത്. മങ്കീസ്, ട്രൂപ്പ്. പപ്പീസ്, ലിറ്റർ. അതായത് ഒരു നായക്ക് അറ്റ് എ ടൈം ഉണ്ടാകുന്ന, ഒരു പ്രസവത്തിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ കൂട്ടത്തെ, ആ പപ്പീസിന്റെ കൂട്ടത്തെയാണ് ലിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഒറ്റ പ്രസവത്തിൽ ഉണ്ടാകുന്ന, ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന പപ്പീസിന്റെ കൂട്ടത്തെയാണ് ലിറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഒരു ലിറ്ററിൽ ഒരു 5-6 പപ്പീസ് ഉണ്ടാവും സാധാരണ. യെസ്, ഇവിടെ നോക്കിയേ. എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് വാസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബേർഡ്സ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ പോലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് സിംഗുലർ ആണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ പക്ഷികൾ പറക്കുന്നു എന്നല്ല യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം, മറിച്ച് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് വാസ് ഫ്ലൈയിങ്. അവിടെ യഥാർത്ഥത്തിൽ പക്ഷികളുടെ കൂട്ടം, ഒരു കൂട്ടമാണുള്ളത്. ഫ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള, എ ഫ്ലോക്ക് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കൂട്ടം, അതിനെ സിംഗുലർ ആയിട്ടാ പരിഗണിക്കുന്നത്. ആ ഒരു കൂട്ടം പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വാസ് ഉപയോഗിച്ചിരിക്കുന്നത്.
രണ്ട് ബേർഡ്സ് എന്ന് കയറിയിട്ട് ചാടി കയറി അവിടെ വേറെ നോക്കാൻ വരട്ടെ, അങ്ങനെയല്ല. എ ഫ്ലോക്ക് ഓഫ്, ഒരു പക്ഷേ അത് ഫ്ലോക്ക് ഓഫ് എന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ വി കുഡ് യൂസ് വേർ, അല്ലെങ്കിൽ ഒരു പ്ലൂരൽ വെർബ് ഉപയോഗിക്കാറ്. പക്ഷെ അത് ഫ്ലോക്ക് ഓഫ് എന്നതിൽ തുടങ്ങുന്നത് കൊണ്ടാണ്, സിംഗുലറിൽ തുടങ്ങുന്നത് കൊണ്ടാണ് സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ സാധനങ്ങൾക്കുള്ള കളക്റ്റീവ് നൗൺസ്. ഗ്രേപ്സ്, ബഞ്ച്, ബഞ്ച് ഓഫ് ഗ്രേപ്സ്, മുന്തിരികളുടെ അല്ലെ, മുന്തിരിക്കൊക്കെ ബഞ്ച് എന്നാ പൊതുവെ പറയാം. ഇത് ബൊക്കറ്റ് എന്നല്ല വായിക്കുക, ബൊക്കെ എന്നാണ്. ഫ്ലവേഴ്സിന്റെ ആ കൂട്ടത്തെ ബൊക്കെ എന്നാ പറയാം, ബൊക്കെ. ഷിപ്സിന്റെ കൂട്ടത്തെ ഫ്ലീറ്റ്. അതേപോലെ ടൂൾസ്, അതിന്റെ ഒരു സെറ്റ് എന്നാ പറയാ, സെറ്റ് ഓഫ് ടൂൾസ്. പ്ലംബർമാരൊക്കെ പണിക്ക് വരുമ്പോ സെറ്റ് ഓഫ് ടൂൾസ് എടുത്തിട്ടാ വരുന്നത് അല്ലെ. പൈൽ, പൈൽ, കൂമ്പാരം, ബുക്സിന്റെ എന്താ പറയാ, കൂമ്പാരം. പൈൽ ഓഫ് ബുക്സ് എന്നൊക്കെ പറയാറുണ്ട്. സ്റ്റാക്ക് ഓഫ് പേപ്പേഴ്സ്, എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്. കാർഡ്സിനെ എന്ത് പറയും, പാക്ക് എന്ന് പറയും. മൗണ്ടൻസ്, പർവ്വതങ്ങൾ, പർവ്വത നിരകൾ, റേഞ്ച് എന്നാ പറയാ കേട്ടോ, റേഞ്ച്. മൗണ്ടൻ റേഞ്ചസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹീപ്പ്, കല്ലുകളെ കൂട്ടം എന്നാണ് പറയുക, കല്ലുകളുടെ ഒരു കൂമ്പാരം. എ ഹീപ്പ് ഓഫ് സ്റ്റോൺസ്. യെസ്. ഈ കളക്റ്റീവ് നൗൺസിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കളക്റ്റീവ് നൗൺസിനെ സിംഗുലർ ആയിട്ടും പ്ലൂരൽ ആയിട്ടും പരിഗണിക്കാറുണ്ട്. കൺഫ്യൂസ്ഡ് ആകണ്ട, ക്ലാരിറ്റി വരുത്തി തരാം, ശ്രദ്ധിക്കുക. സി, സിംഗുലർ വേഴ്സസ് പ്ലൂരൽ വെർബ് വിത്ത് കളക്റ്റീവ് നൗൺസ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടും പ്ലൂരൽ ആയിട്ടും പരിഗണിക്കുന്നുണ്ട്. അത് എപ്പോഴാണ് നമുക്ക് നോക്കാം. എ കളക്റ്റീവ് നൗൺ യൂഷ്വലി ടേക്സ് എ സിംഗുലർ വെർബ്. ശ്രദ്ധിച്ചേ, ഒരു 80% കേസസിലും കളക്റ്റീവ് നൗൺസിനെ സിംഗുലർ ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. പക്ഷെ ഒരു 20% ബാക്കിയില്ലേ, അതെപ്പോഴാണ് നമുക്ക് നോക്കാം. See, when the group acts as one unit, collective nouns ഒറ്റക്കെട്ടായിട്ട്, ഭിന്നാഭിപ്രായമൊന്നും ഇല്ലാതെ ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിനെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ വരുന്ന വെർബ് എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. ഒരു 80% കേസിലും ഇങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഒരു 20% കേസ് ഉണ്ട്. ഈ കളക്റ്റീവ് നൗൺസിലെ തന്നെ ഒറ്റക്കെട്ടായി അല്ല, മറിച്ച് ആ കളക്റ്റീവ് നൗൺസിനെ ആൾക്കാര് വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുക. അതിനെ പ്ലൂരൽ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് പ്ലൂരൽ വെർബ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കാം. ദ ടീം ഈസ് റെഡി ഫോർ ദ മാച്ച്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഈസ് ആണ്, സിംഗുലർ ആണ്. കാരണം ആ ടീം ഒറ്റക്കെട്ടായിട്ടാണ്, എല്ലാവരും റെഡിയാണെന്ന് പറയുന്നത്. ഒറ്റക്കെട്ടായിട്ട് അവർ ആ മാച്ചിനെ നേരിടാൻ ദേ ആർ റെഡി. ടീം റെഡിയാണ്. അപ്പൊ അവിടെ ഒറ്റക്കെട്ടെന്ന് പറയുന്നതുകൊണ്ട് ഈസ് കൊടുത്താൽ മതി. The jury has decided the case. ജൂറി എന്ത് തീരുമാനിച്ചു, കേസ് തീരുമാനിച്ചു. അത് അവർ ഒന്നടങ്കം ചെയ്തൊരു പ്രവൃത്തിയാണ്. അതാരും സെപ്പറേറ്റ് ആയിട്ട് ഭിന്നാഭിപ്രായമൊന്നുമില്ല, ഒരുമിച്ച് അവർ ആ ഒരു കേസ് അതൊരു തീരുമാനമാക്കി. അപ്പൊ അതുകൊണ്ട് ഒന്നിച്ച് ചെയ്തു എന്ന് കാണിക്കുന്നതായതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു. ഇങ്ങനെയാണ് പൊതുവെ ഉപയോഗിക്കുക. ഇനി when referring to individual members within a group, ഒരു ഗ്രൂപ്പിലെ തന്നെ, ആ ഒരു കളക്റ്റീവ് നൗണിലെ തന്നെ അതിലെ അംഗങ്ങൾ വ്യത്യസ്തമായി, ഗ്രൂപ്പിന് വിപരീതമായി വ്യത്യസ്തമായി ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തതെന്ന് വിചാരിക്കട്ടെ. അത്തരം സന്ദർഭങ്ങളിൽ പ്ലൂരൽ വെർബ് ഈസ് ടു ബി യൂസ്ഡ്. ഇവിടെ നോക്കിയേ, the team are wearing their uniform. എല്ലാവരും, ആ ടീമിൽ ഒരു 11 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ആ 11 ആൾക്കാർ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള യൂണിഫോംസ് ആണ് ധരിക്കുന്നത്. ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത്, ഒറ്റക്കെട്ടായിട്ടല്ല ചെയ്തത്. അതുകൊണ്ട് ഇതിനെ പ്ലൂരൽ ആയിട്ട് പരിഗണിക്കുന്നു. തൽഫലമായിട്ട് വെർബ് എന്താവണം, പ്ലൂരൽ ആവണം. ഇവിടെ the jury are divided in their opinions. ഇവിടെ ഒരു തീരുമാനമാണോ എല്ലാവർക്കും ഉള്ളത്? അല്ല, എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അല്ലേ. അവര് ഭിന്നിച്ചു എന്നാ പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള, ചിലർ എസ് പറയുന്നുണ്ട്, ചിലർ നോ പറയുന്നുണ്ട്, ചിലർ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തീരുമാനമാണ്. അപ്പം ഒറ്റക്കെട്ടല്ലാത്തത് കൊണ്ട് നമ്മള് പ്ലൂരൽ, അത് സ്വാഭാവികമായിട്ട് വെർബ് എന്താവണം, പ്ലൂരൽ. ഇതെങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നാണ്. കോണ്ടെക്സ്റ്റ് മനസ്സിലായ ഏത് വെർബാ ഉപയോഗിക്കേണ്ടത്, സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന കാര്യത്തിലും ക്ലാരിറ്റി വരും.
ഓക്കെ, അതാണ് കളക്റ്റീവ് നൗൺസിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നാലാമത്തെ ടൈപ്പ് അബ്സ്ട്രാക്റ്റ് നൗൺസ്. Names of ideas, qualities or states that cannot be touched or seen. എന്താ? ആശയങ്ങളുടെയും ഗുണങ്ങളുടെയും അവസ്ഥകളുടെയും ഒക്കെ പേരുകളെയാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറയുന്നത്. എന്താ പ്രത്യേകത? നമുക്ക് കാണാനും തൊടാനും അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റും, കാണാനും തൊടാനും പറ്റാത്ത നമ്മുടെ ബോധമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്വാളിറ്റീസിനെയും ഐഡിയാസിനെയും അവസ്ഥകളെയും ഒക്കെയാണ് പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മുടെ ഇമോഷൻസ് വരാം, സ്റ്റേറ്റ്സ് വരാം, ചില കോൺസെപ്റ്റുകൾ വരാം, ഫീലിങ്സ് വരാം. ഇതൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. നമുക്ക് എന്താ ക്രൈറ്റീരിയൻ എന്താണ്? നമുക്ക് തൊടാനും അതേപോലെ തന്നെ കണ്ടറിയാനും ഒക്കെ പറ്റാത്ത നൗൺസ് കേട്ടോ. ജോയ്, സോറോ, ഫിയർ, എക്സൈറ്റ്മെന്റ്, ഇതിനൊക്കെ നമുക്ക് തൊടാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ? സന്തോഷത്തെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ? നമുക്ക് സന്തോഷം ഒരാൾ പ്രകടിപ്പിക്കുന്ന രീതികൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വിസിബിൾ ആണോ? നമുക്ക് കാണാൻ പറ്റുമോ? അല്ലെ തൊട്ടനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ബോധമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് അല്ലെ. അത്തരം കാര്യങ്ങളുടെ പേരുകളെയാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡ് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. സ്റ്റേറ്റ്സ്, അതാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്സ്. ദാരിദ്ര്യം, അതേപോലെ വെൽത്ത്. ഇനി കോൺസെപ്റ്റുകളായിട്ടുള്ള ഡെമോക്രസി, ജസ്റ്റിസ്. നമ്മുടെ രാജ്യം ഡെമോക്രാറ്റിക് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളോട് ആരെങ്കിലും ഡെമോക്രസി എന്താണ് അത് എടുത്തു കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എടുത്തു കാണിക്കാൻ പറ്റൂല. അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലെ. ഫീലിങ്സ്, പ്രൈഡ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഇതിന്റെ ബേസ് കാണിക്കാൻ പറ്റും, കോൺസെപ്റ്റ് ഇൻ ഇറ്റ്സെൽഫ് കാണിക്കാൻ പറ്റില്ല. യെസ്, ഇതാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ്. ഈ അബ്സ്ട്രാക്റ്റ് നൗൺസുമായിട്ട് ബന്ധപ്പെടുത്തി രണ്ട് കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വെക്കുക. ഒന്ന്, അബ്സ്ട്രാക്റ്റ് നൗൺസിന് എന്തില്ല? പ്ലൂറൽ ഫോംസ് ഇല്ല. ഇവിടെ നോക്കിയേ, ലവ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ലൈഫ്. ഒരിക്കലും ലവ്സ് എന്ന് പറയും, ഒരിക്കലും ലവ്സ് എന്ന് പറയില്ല കേട്ടോ. ലവ് ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ ആയതുകൊണ്ട് തന്നെ അതിന് എന്തില്ല? പ്ലൂറൽ ഫോംസ് ഇല്ല. എന്നാ പിന്നെ ഒന്നിലധികം ആൾക്കാർ സ്നേഹിച്ചു, ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ലവ് എന്ന രീതിയിൽ ലവ്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് സാധ്യമല്ല കേട്ടോ. അതേപോലെ ഷീ ഷോഡ് ഗ്രേറ്റ് ബ്രേവറി എന്ന് പറയുന്നതാണ് ശരി. ബ്രേവറീസ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. അതുപോലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുകളായിട്ടുള്ള എയും ആനും അബ്സ്ട്രാക്റ്റ് നൗൺസിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ തെറ്റാണ് കേട്ടോ. ഇവിടെ നോക്കിയേ, വിസ്ഡം കംസ് വിത്ത് എക്സ്പീരിയൻസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ ഈ വിസ്ഡം എന്നത് അറിവാണ്, അതൊരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. അതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? എ ഉപയോഗിക്കാൻ പാടില്ല. എ ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലേ. എയും ആനും ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാ ഇവിടെ കൊണ്ട് അറിവിന്റെ കൂടെ എ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റാണ് കേട്ടോ. അങ്ങനെ ഉപയോഗിക്കില്ല. യെസ്, അഞ്ചാമത്തതും ഏറ്റവും അവസാനത്തതുമായിട്ടുള്ള നൗണിന്റെ ടൈപ്പ് മെറ്റീരിയൽ നൗൺസ്. പേരിൽ തന്നെ ഉണ്ട്. മെറ്റീരിയൽ നൗൺസ് റെഫർ ടു സബ്സ്റ്റൻസസ് ഓർ മെറ്റീരിയൽസ് ഫ്രം വിച്ച് തിങ്സ് ആർ മെയ്ഡ്. നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളും പദാർത്ഥങ്ങളും മെറ്റീരിയലുകളും ഒക്കെയാണ് ഈ നൗൺസിന്റെ കാറ്റഗറിയിൽ പെടുന്നത്. അതിൽ മെറ്റൽസ് വരുന്നുണ്ട്, ലിക്വിഡ്സ് വരുന്നുണ്ട്, നാച്ചുറൽ എലമെന്റ്സ് വരുന്നുണ്ട്, ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതിന്റെ ഒക്കെ പേരുകൾ എന്താണ്? മെറ്റീരിയൽ നൗൺസ് ആണ്. കോപ്പർ, അലുമിനിയം, ഓയിൽ, ജ്യൂസ്, ഹണി, ഫയർ, ചീസ്, ബട്ടർ, സിമെന്റ്, കോൺക്രീറ്റ്, ഇതൊക്കെ എന്താണ്? മെറ്റീരിയൽ നൗൺസ് ആണ്. ഈ അബ്സ്ട്രാക്റ്റ് നൗൺസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് പ്രത്യേകതകൾ ആർക്കും ഉണ്ട്? മെറ്റീരിയൽ നൗൺസിനും ഉണ്ട്. എന്തില്ല? പ്ലൂറൽ ഫോം ഇല്ല. ഗോൾഡ്സ് ആക്കി പറ്റും. എന്താ പിന്നെ 2-3 സ്വർണ്ണമാലകൾ എടുത്ത് ഗോൾഡ്സ് എന്ന് പറയാൻ പറ്റുമോ? നെവർ. ഇതിനെന്തില്ല? മെറ്റീരിയൽ നൗൺസിന് പ്ലൂറൽ ഫോം ഇല്ല. രണ്ടാമത്തത് അബ്സ്ട്രാക്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള എയും ആനും ഉപയോഗിക്കാൻ സാധ്യമല്ല. എ വാട്ടർ എന്ന് എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ആൻ അയൺ അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ.
കേവലം അയൺ അല്ലെങ്കിൽ കേവലം വാട്ടർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തിനാണ് ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുന്നത്? ഒരു വെള്ളം, രണ്ട് വെള്ളം, അങ്ങനെ നമ്പേഴ്സും ചേർക്കില്ല, അതേപോലെ തന്നെ ആർട്ടിക്കിൾ ആയിട്ടുള്ള എയും ആനും ചേർക്കില്ല. ഈ അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ എന്ത് ചേർക്കില്ല? നമ്പേഴ്സ് ചേർക്കില്ല കേട്ടോ. 1 love 2 loves അങ്ങനെ പറയാറില്ലല്ലോ. അങ്ങനെ നമ്പേഴ്സും സാധാരണ ചേർക്കാറില്ല. ഞാൻ സ്ലൈഡിൽ കൊടുക്കാൻ വിട്ടുപോയി, അത് ആലോചിച്ച് നോക്കുക, അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, യെസ്. ഇനി അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? നൗൺസ് പഠിച്ചു, നൗൺസ് എങ്ങനെയൊക്കെ വരുമെന്ന് പഠിച്ചു, അതിന്റെ വിവിധങ്ങളായിട്ടുള്ള തരങ്ങളും പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഏതാനും കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. Which of the following is a common noun? ഏതാണ് ഇതിൽ കോമൺ നൗൺ? സിറ്റി ആണ് അല്ലേ? ബാക്കി ഹിമാലയാസ് എന്താണ്? ഒരു പ്രോപ്പർ നൗൺ ആണ്. ലവ് ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഞാൻ അബ്സ്ട്രാക്ട് നൗണിനെ AN എന്നതുകൊണ്ട് സൂചിപ്പിക്കാം കേട്ടോ. ഇത് PN പ്രോപ്പർ നൗൺ, ഇതാണ് CN കോമൺ നൗൺ. എ സിറ്റി, ഒരുപാട് സിറ്റികൾ ഉണ്ട് അല്ലെ? ഡൽഹി ഒരു സിറ്റിയാണ്, ട്രിവാൻഡ്രം ഒരു സിറ്റിയാണ്, കോഴിക്കോട് ഒരു സിറ്റിയാണ്. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർ നൗൺ? ഓഷ്യൻ ഉണ്ട്, സ്കൂൾ ഉണ്ട്. ഓഷ്യൻ ഒരു കോമൺ നൗൺ ആണ്, ധാരാളം ഓഷ്യൻസ് ഉണ്ടല്ലോ. സ്കൂൾ ഒരു കോമൺ നൗൺ ആണ്. മൈക്രോസോഫ്റ്റ് ആണ് ഒരു കമ്പനിയുടെ സ്പെസിഫിക് നെയിം, അതുകൊണ്ട് അതാണ് പ്രോപ്പർ നൗൺ. ഐഡന്റിഫൈ ദ കളക്റ്റീവ് നൗൺ ഇൻ ദ സെന്റൻസ്. The orchestra performed a beautiful symphony. Orchestra കേട്ടിട്ടുണ്ടോ? വാദ്യോപകരണങ്ങൾ വായിക്കുന്നില്ലേ? ആ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തെയാണ് ഓർക്കസ്ട്ര എന്ന് പറയുന്നത്. ആൾക്കാരുടെ കൂട്ടങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരാണല്ലോ കളക്റ്റീവ് നൗൺ. അപ്പൊ അതിനെ CN, നമുക്കതിനെ കളക്റ്റീവ് നൗൺ എന്ന് തന്നെ എഴുതാം. കളക്റ്റീവ് നൗൺ. ഇത് ഓർക്കസ്ട്രയാണ് കളക്റ്റീവ് നൗൺ കേട്ടോ. Which of the following is an abstract noun? ഡെമോക്രസി ഉണ്ട്, ടേബിൾ ഉണ്ട്, ഡോഗ് ഉണ്ട്. ഇതിൽ നമുക്ക് കാണാനും തൊടാനും പറ്റാത്ത, നമ്മുടെ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ചിന്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യം ഏതായത് നൗണാ? ഡെമോക്രസി അല്ലേ? ടേബിൾ, ഡോഗ് ഒക്കെ ടാഞ്ചിബിൾ ആണ് അല്ലെ? നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റും. അപ്പൊ ഡെമോക്രസി ഈസ് ദ അബ്സ്ട്രാക്ട് നൗൺ. ഇത് കോമൺ നൗൺ ആണ്, ഇതും കോമൺ നൗൺ ആണ് കേട്ടോ. ടേബിൾ, മരത്തിന്റെ ടേബിൾ ഉണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ടേബിൾ ഉണ്ട്, അപ്പൊ അത് കോമൺ നൗൺ ആണ്. Identify the material noun in the sentence. The sculpture is made of bronze. Sculpture എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രൂപങ്ങളാണ് അല്ലെ, പ്രതിമകളാണ്. പ്രതിമ എന്തിൽ നിന്ന് ഉണ്ടാക്കി എന്നാ പറഞ്ഞ്? ബ്രോൺസിൽ നിന്ന്. ബ്രോൺസ്. ഇപ്പം അസംസ്കൃത വസ്തു എന്താ? ബ്രോൺസ് ആണ് മെറ്റീരിയൽ അല്ലെ? അപ്പൊ അതാണ് മെറ്റീരിയൽ നൗൺ. MN എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. MN. Which of the following is a common noun? Amazon ഉണ്ട്, സിറ്റി ഉണ്ട്, ലവ് ഉണ്ട്. ഇതിൽ ആമസോൺ ഒരു പ്രോപ്പർ നൗൺ ആണ്, ലവ് ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്, സിറ്റി ആണ് കോമൺ നൗൺ. Which of the following is a material noun? ഗ്ലാസ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്. ഏതാ? ഹാപ്പിനെസ് നമുക്കറിയാം, കാണാനും തൊടാനൊന്നും പറ്റാത്തൊരു അബ്സ്ട്രാക്ട് നൗൺ ആണ് അല്ലെ? കാറ്റ് ഒരു കോമൺ നൗൺ ആണ്. പിന്നെ ഏതാ? ഗ്ലാസ് അല്ലേ? ഗ്ലാസ് ഒരു മെറ്റീരിയൽ അല്ലേ? അപ്പൊ അത് മെറ്റീരിയൽ നൗൺ. യെസ്. വളരെ എളുപ്പം പോലെ തോന്നുന്നുണ്ട് അല്ലെ? നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ള, ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഓക്കെ, നോക്കൂ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് നൗൺ ഇൻ ദ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് ഏത് ടൈപ്പ് ആ നോക്കാം. The honesty of the leader impressed everyone. നേതാവിന്റെ സത്യസന്ധത എല്ലാവരെയും പ്രസാദിപ്പിച്ചു, എല്ലാവരെയും ഇംപ്രസ് ചെയ്തു. ഇതിൽ ഓണസ്റ്റി, സത്യസന്ധത തൊടാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? ഇല്ല. അതൊരു ക്വാളിറ്റി ആണ് അല്ലെ? ക്വാളിറ്റി അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഓണസ്റ്റി എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ്. അപ്പൊ ലീഡർ എന്താ? ലീഡർ ഒരു കോമൺ നൗൺ ആണ്. ഇവിടെ ഓപ്ഷൻസ് ഇല്ല എങ്കിൽ കൂടിയും അത് മനസ്സിലാക്കുക കേട്ടോ. കോമൺ നൗൺ. അടുത്തത്, which of the following is a material noun? ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, ക്രൗഡ് ഉണ്ട്, ചൈൽഡ്ഹുഡ് ഉണ്ട്. മെറ്റീരിയൽ നൗൺ ആണ്. ഇതിലാകെ സബ്സ്റ്റൻസ് ആയിട്ടുള്ളത് മിൽക്ക് മാത്രമാണ് അല്ലെ? എഡിബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് മിൽക്ക്. അപ്പൊ അതാണ് മെറ്റീരിയൽ നൗൺ. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്താ?
അബ്സ്ട്രാക്ട് നൗൺ ആണ്. അതേപോലെ ഒരു അബ്സ്ട്രാക്ട് നൗണും കൂടി ഉണ്ടല്ലോ, ചൈൽഡ്ഹുഡ് ആണ്, അതിന്റെ ഒരു അവസ്ഥയാണ്, സ്റ്റേറ്റ് ആണ്, അപ്പൊ അത് അബ്സ്ട്രാക്ട് നൗൺ. ക്രൗഡ് എന്താ, കളക്റ്റീവ് നൗൺ ആണ് അല്ലെ, സി എന്നതുകൊണ്ട് സൂചിപ്പിക്കാം, കളക്റ്റീവ് നൗൺ. അടുത്തത്, ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഏതാണ് ഒരു കളക്റ്റീവ് നൗൺ ഉൾപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നോക്കാം. ദ ടീം ഈസ് പ്ലേയിങ് വെൽ. ഓഫ് കോഴ്സ് ടീം ഒരു കളക്റ്റീവ് നൗൺ ആണ്. വി ബോട്ട് എ ബഞ്ച് ഓഫ് ബനാനാസ്. ഇവിടെ ബഞ്ച് എന്നുള്ളതും കളക്റ്റീവ് നൗൺ ആണ്. ജൂറി കളക്റ്റീവ് നൗൺ ആണ്. അപ്പൊ ഇതിനകത്ത് എല്ലാത്തിലും ഇല്ലേ, മുകളിലുള്ള 3 സെന്റൻസിലും കളക്റ്റീവ് നൗൺസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ശരി ഉത്തരം ഓൾ ഓഫ് ദി എബവ് എന്നാണ്. എല്ലാ സെന്റൻസുകളിലും കളക്റ്റീവ് നൗണിന്റെ സാന്നിധ്യമുണ്ട്. ഓക്കെ. ഐഡന്റിഫൈ ദ കോമൺ നൗൺ ഇൻ ദ സെന്റൻസ്. ഈ സെന്റൻസിലെ കോമൺ നൗൺ, ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു കോമൺ നൗൺ ആണ്. പിന്നെ ഏതാ, റീഡിംഗ് ആണോ? റീഡിംഗ് ഒരു നൗൺ അല്ല, പകരം അതൊരു ക്രിയയാണ്, വേർബ് ആണ് കേട്ടോ. അത് നൗൺ ആയിട്ട് തെറ്റിദ്ധരിക്കരുതേ, നൗൺ അല്ല. നോവൽ, ചെറിയ നോവലുകളും വലിയ നോവലുകളും ഉണ്ട്, പലതരത്തിലുള്ള ജോൺറേസ് ഉണ്ട്. അതിനെല്ലാം കൂടി കൂട്ടി നോവൽ എന്നല്ല പറയാം, അതൊരു കോമൺ നൗൺ ആണ്. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് നോവലും ടീച്ചറുമാണ്. റീഡിംഗ് ഒരു വെർബ് ആണല്ലോ, അതുകൊണ്ടല്ല. അപ്പൊ അതിന്റെ ബോത്ത് എ ആൻഡ് സി ആണ് കേട്ടോ, ബോത്ത് എ ആൻഡ് സി. എയും സിയും ഏതൊക്കെയാണ്? കോമൺ നൗൺസ് ആണ്. യെസ്. അടുത്തതിൽ പ്രോപ്പർ നൗൺ ഏതാണ്? സിറ്റി, മൗണ്ടൻ, റിവർ, ഇവ 3 കോമൺ നൗൺ ആണ്. ഇതിൽ ഐഫിൽ ടവർ ആണ് പ്രോപ്പർ നൗൺ. അതൊരു പ്രത്യേക സ്ട്രക്ചറിന്റെ സ്പെസിഫിക് നെയിം ആണ് അല്ലെ, ഐഫിൽ ടവർ. ഇതാണ് പ്രോപ്പർ നൗൺ. യെസ്. In which sentence is the noun incorrectly classified? ഏത് സെന്റൻസിലാണ് നൗണ് ഇൻകറക്റ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് നോക്കാം. A herd of cows was grazing. ഇവിടെ ഹേർഡ് ഇതാണ് അണ്ടർലൈൻഡ് ആയിട്ടുള്ള നൗണ്, അത് കളക്റ്റീവ് നൗൺ ആണ്. അപ്പൊ ഈ പേരിന് കുഴപ്പമൊന്നുമില്ല. She showed great kindness. കൈൻഡ്നെസ് എന്നുള്ളത് ദയയാണ്. ദയ എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റിയാണ്. ഓഫ് കോഴ്സ് അതൊരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. അപ്പൊ ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഈ 2 കോമ്പിനേഷൻസും ശരിയാണ്, പേരും ശരിയാണ്. He bought some gold. ഗോൾഡ് പ്രോപ്പർ നൗൺ ആണോ? അല്ല, ഗോൾഡ് ഒരു മെറ്റീരിയൽ നൗൺ ആണ്. അപ്പൊ ഇത് തെറ്റാണ്. പിന്നെ ഇത് മൗണ്ട് എവറസ്റ്റ്, അതൊരു പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ. തെറ്റായിട്ടുള്ള പേരേതാണ്? ഓപ്ഷൻ സി ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രോപ്പർ നൗൺ എന്നല്ല വരേണ്ടത്, മറിച്ച് മെറ്റീരിയൽ നൗൺ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സെന്റൻസ് ബേസ്ഡ് ഓൺ നൗൺ യൂസേജ്. നൗൺ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ട് നിലനിൽക്കുന്ന സെന്റൻസ് ഈ 4 എണ്ണത്തിൽ ഏതാണ്? ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. കുഴപ്പമൊന്നുമില്ല. ഓണസ്റ്റി ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ അത് സിംഗുലർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. യെസ്. അപ്പൊ സിംഗുലർ വേർബ് സൂപ്പർലേറ്റീവിന്റെ മുമ്പിൽ ദാക്ക് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ദ സ്റ്റുഡൻസ് ആർ പ്ലേയിങ്, കോമൺ നൗൺ ആണ്, അതിനെ പ്ലൂറൽ ആക്കാലോ, കുഴപ്പമൊന്നുമില്ല. ഷീ ഗേവ് മീ എ ഗുഡ് അഡ്വൈസ്, അവിടെ തെറ്റി. അഡ്വൈസ് എന്നുള്ളത് ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. അഡ്വൈസിനെ കാണാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ? ഇല്ല. അത് അനുഭവേദ്യമാകുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ് അല്ലെ, ഒരാൾ കൊടുക്കുന്ന ഒരു സാധനമല്ലേ. അഡ്വൈസിന്റെ കൂടെ ഇവിടെ എ ഉപയോഗിച്ചിരിക്കുന്നു. വലിയ ബ്ലണ്ടർ ആണ് കേട്ടോ, എ ഉപയോഗിക്കില്ല. ഷീ ഗേവ് മീ ഗുഡ് അഡ്വൈസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ എ ചേർക്കേണ്ട ആവശ്യമില്ല. നേരത്തെ എ ആൻഡ് ചേർക്കരുതെന്ന് പറഞ്ഞപ്പോ ഇത് വളരെ സിമ്പിൾ അല്ലേ എന്ന് ചിന്തിച്ച് കാണും. പക്ഷെ ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് തരുമ്പോ കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നുന്നുണ്ട് അല്ലെ. അത് കൃത്യമായ പരിചയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരിക്കലും ഒരു അബ്സ്ട്രാക്ട് നൗണിന്റെ കൂടെ എ അല്ലെങ്കിൽ ആൻ, അബ്സ്ട്രാക്റ്റിന്റെ മാത്രമല്ല നമ്മുടെ മെറ്റീരിയലിന്റെ കൂടെ ഉപയോഗിക്കില്ല. ഓക്കെ. യെസ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ
നമ്മൾ സംസാരിച്ചത്. നൗൺസ് എന്താന്ന് കണ്ടു, അതിന്റെ തരങ്ങൾ കണ്ടു, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും കൂടി നമ്മൾ ചെയ്തു അല്ലേ. ഇതെന്തിനാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഒരിക്കലും ഒരു നൗണ് തന്നിട്ട് ഇത് ഏത് നൗൺ ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് യാതൊരുവിധ കാരണവശാലും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ വളരെ സമഗ്രമായിട്ട് പഠിക്കേണ്ടത് കൊണ്ട് ഈ നൗൺസിന്റെ ടൈപ്സും കൂടി അറിഞ്ഞിരിക്കണം, ഈ നൗൺസിന്റെ പ്രത്യേകതകൾ. ഇപ്പം കണ്ടില്ലേ, ഇപ്പൊ ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് വന്നപ്പോ നമുക്കത് ശരിയായതുപോലെ തന്നെ തോന്നി അല്ലെ, യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓരോ നൗണിന്റെ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ ടൈപ്പ് ആദ്യം മനസ്സിലാക്കാൻ പഠിക്കണം. പിന്നെ ആ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തിരിക്കേണ്ട ഗ്രാമാറ്റിക്കൽ നിയമങ്ങൾ കൂടി മനസ്സിലാക്കുക. അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ പഠനം വളരെ സമഗ്രമാവുകയുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.